നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച നല്ല നാടൻ മട്ടൻ കറിയാണ്. ഇത് വെള്ളയപ്പം, പത്തിരി, പൊറോട്ടയ്ക്കൊക്കെ നല്ല ചാറോടുകൂടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടും നല്ല അടിപൊളി മട്ടൻ കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു 1.5 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട്. 3-4 ഉള്ളി കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, ഒരു 4-5 കറിയാമ്പൂ, കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 കഷ്ണം തക്കോലം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് വറുക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വറുക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കളറൊക്കെ മാറി വരുമ്പം ഏത് ഫ്ലെയിമിലായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കളറായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചീനച്ചട്ടിയിൽ വെച്ച് തന്നെ ഇതൊന്ന് ചൂടാറണ വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഡാർക്ക് കളറായിട്ട് ഇത് കിട്ടും. ഇനി നമുക്ക് മട്ടൻ കറിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് ഒരു സവാള, മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 5-8 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ, കുക്കറിലാണ് നമ്മൾ ഇത് വയ്ക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അല്പം കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും ആ സമയത്ത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് പൾപ്പി ആണവരെ ഒന്ന് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വഴറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കറിക്ക് നല്ല കളറ് കിട്ടും. മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം കറിക്ക് നല്ല കളറായിരിക്കും. അപ്പോൾ 1 മിനിറ്റ് നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായിട്ട് വന്നോളും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുരുമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള ചില്ലി പൗഡർ കുറച്ചിട്ട് അതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മസാല തേങ്ങ വറുത്തപ്പം ചേർത്താണ്, അപ്പം 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി കുറച്ച് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല കുറുകിയ കറിയാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കാനും ചാറ് കഴുകാനും കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം എടുക്കാം. ഇറച്ചിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ വെള്ളം ഫോം ചെയ്യും. അപ്പം വെള്ളം ഒഴിക്കുമ്പം മതിയാവാതെ നോക്കണം കേട്ടോ. അപ്പോൾ മട്ടനൊക്കെ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മട്ടന് ഒരുപാട് വേവില്ലാത്തതാണ്. അപ്പോൾ കുക്കറിൻ്റെ ആ വേവും ഇറച്ചിയുടെ വേവൊക്കെ അനുസരിച്ച് വേണം ഫ്ലെയിം സെറ്റ് ചെയ്യാനായിട്ട്. ഒട്ടും മൂപ്പില്ലാത്ത മട്ടനാണെങ്കിൽ 1 വിസിലൊക്കെ ധാരാളം മതിയാകും. അല്ലെങ്കിൽ മൂപ്പുള്ള നല്ല മൂത്ത മട്ടനാണെങ്കിൽ കുറച്ചും കൂടെ ടൈം നമുക്ക് വേകാൻ വേണ്ടി വരും. ഇനി നമുക്കിതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുത്തത്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുക്കർ അനുസരിച്ച് വേവുന്ന ടൈമിൽ മാറ്റം വരും. അപ്പം ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പം മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിരുന്ന് ചൂടാറുമ്പോൾ ഇതൊന്നും കൂടി നമുക്ക് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നാടൻ മട്ടൻ കറി വെച്ച് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്